നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇമ്രാൻഖാൻ്റെ PTI സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയതെങ്കിലും ഭൂരിപക്ഷം നേടാൻ ഇവർക്ക് സാധിച്ചില്ല. ഇതിന് പിന്നാലെയാണ് PML എന്നും PPPയും പുതിയ സർക്കാരുണ്ടാക്കാൻ സഖ്യത്തിലായത്. പ്രധാനമന്ത്രി, പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രി എന്നീ മുഖ്യ സ്ഥാനങ്ങൾ ആർക്ക് നൽകണമെന്നതിലും ഏകദേശ ധാരണയായിട്ടുണ്ട്. ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് സർക്കാർ രൂപീകരണത്തിനായി PPPയും PML എന്നും ഒന്നിക്കുന്നതായി പ്രഖ്യാപനമുണ്ടായത്. വാർത്താ സമ്മേളനത്തിൽ PML എന്നിൻ്റെ ഷഹബാസ് ഷെരീഫ്, PPPയുടെ ആസിഫ് അലി സർദാരി എന്നിവർ പങ്കെടുത്തു. PML പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രിയുടെ സാധ്യതാ പട്ടികയിൽ മുന്നിലുണ്ട്. രാജ്യ പുരോഗതിക്കായി സർക്കാർ രൂപീകരണത്തിൽ ഇമ്രാൻ്റെ PTIയെ ഉൾപ്പെടുത്താനുള്ള സന്നദ്ധത ഷഹബാസ് ഷെരീഫ് അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി പദത്തിനായുള്ള മത്സരത്തിൽ നിന്ന് PPP ചെയർമാൻ ബിലാവൽ ഭൂട്ടോ പിന്മാറിയത് PMLന് പിന്തുണ നൽകാനാണെന്ന് ദേശീയ മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. നേരത്തെ പ്രധാനമന്ത്രി പദത്തിലെ മുൻനിര സ്ഥാനാർത്ഥിയായിരുന്നു നവാസ് ഷെരീഫ്. എന്നാൽ 74-കാരനായ നവാസ് ഇളയ സഹോദരനായ ഷഹബാസിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നോമിനേറ്റ് ചെയ്തതായി PML നേതാവ് മറിയം ഔറംഗസേവ് പറയുന്നു. എന്നാൽ സീറ്റ് വിഭജനത്തിലും ഭൂരിപക്ഷം ലഭിക്കുന്നതിലും സഖ്യം വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. പാക് നിയമസഭയിൽ 266 സീറ്റുകളാണുള്ളത്. 265 സീറ്റുകളുടെ 2/3 ഭൂരിപക്ഷത്തിലെത്താൻ സാധ്യതയുള്ള ഏറ്റവും കുറഞ്ഞ 133 സീറ്റുകളോടെ സർക്കാർ രൂപീകരിക്കുക എന്ന വെല്ലുവിളിയാണ് സഖ്യം നേരിടുന്നത്. 60 വനിതാ സീറ്റുകളും 10 ന്യൂനപക്ഷ സീറ്റുകളും കൂടി ചേരുമ്പോൾ PMLന് ഭൂരിപക്ഷം നേടാനാകുമെന്നാണ് വിലയിരുത്തൽ. PPPക്ക് പുറമെ MQMP, IPP, BAP തുടങ്ങിയ പാർട്ടികളും PMLനൊപ്പം കക്ഷി ചേരുന്നുണ്ട്. അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികളും ചേർന്ന് 152 സീറ്റുകളാണ് നേടിയത്. വിജയിച്ച 92 PTI പിന്തുണയുള്ള സ്വതന്ത്ര ഉൾപ്പെടെ 101 സ്വതന്ത്രരുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും സർക്കാർ രൂപീകരണത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക.